ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ യൂസഫ് അലിയുടെ ഹെലികോപ്റ്റർ ഇവിടെ തകർന്നു വീണു. അദ്ദേഹം അതിന്റെ കുടുംബം ഉണ്ടായിരുന്നു. ആമേൻ. ആ തകർന്നു വീണ വീട്ടുകാർക്ക് വരെ പൈസ കിട്ടി, അത് വേറെ കാര്യം. എങ്കിലും ഞാൻ പറഞ്ഞ ഇലക്ട്രിക് പോസ്റ്റിന്റെ തൊട്ടടുത്താണ് ഹെലികോപ്റ്റർ എന്ത് ചെയ്തത്, തകർന്നു വീണത്. പക്ഷെ ഒരു അപകടം പറ്റാതെ ദൈവം സൂക്ഷിച്ചു. ആരെങ്കിലും ആയിക്കോട്ടെ, വചനം പറയുന്നത് എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ എന്ത് ചെയ്യും, വിടുവിക്കും. അപ്പൊ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, ദേ ഈ വാക്യം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. കേട്ടോ പ്രിയരെ, ഈ വചനം അങ്ങോട്ട് കടല് കടന്ന് ആകാശ മേഘങ്ങളെ കീറി അങ്ങോട്ട് പോയി. ആ മനുഷ്യന്റെ മുറിയിലേക്ക് ഈ ദൈവവചനം ആഴത്തിൽ ഇറങ്ങിച്ചെന്നിട്ട് മരണത്തിൽ നിന്ന് ആ മനുഷ്യനെ പൊക്കിയെടുത്തു. ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയാം, ഈ വചനത്തിന് ശക്തിയില്ലേ? ഇത് ആരുടെ ആഹാരമാ? ശക്തിമാന്മാരുടെ ആഹാരമാ. ഇതും കൈ പിടിച്ച് നീ ഭിക്ഷയാചിക്കേണ്ട കാര്യമില്ല കേട്ടോ. നിന്റെ ആവശ്യത്തിന് വഴി തുറക്കാൻ കഴിവുള്ളത് ഇതിന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വസിക്കാനായിട്ട് കഴിയും? ഇന്ന് പകൽ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ ഇതിന്റെ അകത്ത് വചനമുണ്ട് കേട്ടോ. വചനം വെച്ച് പ്രാർത്ഥിക്ക്. എനിക്ക് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ മനുഷ്യന് വേണ്ടി ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്ക്. അവന്റെ അനർത്ഥ ദിവസത്തിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുമെന്ന് പറഞ്ഞു. പ്രിയരെ, ആ മനുഷ്യനെ മരണത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു. ആരോഗ്യത്തോടെ ബലത്തോടെ ഇന്ന് പകലും നടക്കുന്നു. കാര്യം എന്താ? ഈ വചനം ചെന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞാൽ ദൈവത്തിന് മാറാൻ പറ്റുമോ? ഇല്ലെന്നേ. അവന്റെ വാക്ക് പറഞ്ഞാൽ മാറാൻ പറ്റത്തില്ല. ഇവിടെ എഴുതി വെച്ചേക്കുക, എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ കാത്തുകൊള്ളും.